ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടയിലേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ചെറിയും നാരങ്ങ മിഠായിയൊക്കെയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് ബോർഡും സ്റ്റിക്കറും ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന നേരത്ത് ഞാൻ ഇതെല്ലാം മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യുന്നിടത്തോട്ട് വന്ന്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അസ്നായെ തിരക്കുന്നുണ്ടായിരുന്നു. ലൈവിൽ വരുമ്പോഴും എല്ലാവരും അസ്നായെ തിരക്കും. അസ്ന ഇവിടെ ഉണ്ട് കേട്ടോ. അസ്നായെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അസ്നായെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ഇരുന്ന് ആണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ കുറേ ഫ്രണ്ട്സ് വരുന്നവർക്കൊക്കെ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ കുറേ ഡൗട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വളരെ ചെറിയൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. നമ്മളെ സെയിലാവുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ്സുകളാണെങ്കിലും ഈ ബാക്കിയുള്ള ഐറ്റംസ് ബോർഡ്, സ്റ്റിക്കർ, കവർ അങ്ങനെയുള്ളതൊക്കെ ആവശ്യത്തിന് ചെറിയ രീതിയിലാണ് മേടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബോർഡും സ്റ്റിക്കറും ഒക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് ചോദിച്ച്, ബോർഡ് നമ്മൾ പേപ്പർ ഹൗസ് ഉണ്ട്, അവിടെ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. പേപ്പർ ഹൗസ് പറയുമ്പോൾ അവിടെ എല്ലാ തരം പേപ്പറുകളും ബോർഡുകളും ബൈൻഡിങ് ചെയ്യാനുള്ള ഐറ്റംസും എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ബോർഡ് കിട്ടുന്നത്. പിന്നെ സ്റ്റിക്കർ ചെയ്യുന്നത് നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്ററും ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന പ്രിൻ്റ് ചെയ്യുന്നിടത്തു നിന്നാണ് സ്റ്റിക്കർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോർഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ചെറിയാണ് കേട്ടോ. ചെറി പാക്കറ്റിൽ വലിപ്പത്തിനനുസരിച്ചാണ് ആക്കുന്നത്. നല്ല വലിപ്പമുള്ള ചെറിയാണെങ്കിൽ ഒരു 7 പീസും, ചെറുതാണെങ്കിൽ നമ്മളൊരു പരുവത്തിന് 8 9 ഒക്കെ ഇടാം കേട്ടോ. സാധാരണയായി ചെറി 6 7 കാണാറുള്ളൂ. പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1 2 കൂടുതൽ ഇടുന്നുണ്ട്. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിക്കുന്ന കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മുടെ കച്ചവടത്തിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക? 1 2 കൂടുതലിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഐറ്റംസ് നല്ല രീതിയിൽ പോകും കേട്ടോ. ഞാനിത് ഹോൾസെയിൽ ഷോപ്പിലേക്ക് വെക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ട്. എല്ലായിടവും ഞാൻ തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. മുമ്പ് ഇതെല്ലാം ഞാൻ തന്നെ വീട്ടിൽ വെച്ച് പാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയതുകൊണ്ട് പാക്ക് ചെയ്യൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. കടയിലേക്ക് കൃത്യസമയത്ത് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പാക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം അസ്നാൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. അപ്പോൾ അസ്നയാണ് എനിക്കിതെല്ലാം പാക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, അൽഹംദുലില്ലാ, ഞാൻ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് എനിക്ക് കിട്ടുന്ന ചെറിയൊരു വരുമാനത്തിൽ എനിക്ക് ഒരു ഭാഗം അസ്നാക്ക് കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറേ ലേഡീസ് നമ്മളടുക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അതെങ്ങനെയാ ചെയ്യുന്നത്, ഞങ്ങൾക്കും കൂടെ ചെയ്യാൻ താല്പര്യമുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തവരുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ എന്നെ മെസ്സേജ് അയക്കാറുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഞങ്ങൾ സെയിലുണ്ട്, അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളുമാണ്. ഒരു കച്ചവടത്തിൻ്റെയും രഹസ്യങ്ങൾ വേറെ ആർക്കും ഷെയർ ചെയ്തുകൂടാ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഞാനിത് വേറൊരു കമ്പനീൻ്റെ പ്രോഡക്റ്റ് നോക്കിയിട്ട് അതുപോലെ എല്ലാം കണ്ടുപിടിച്ച് ഞാൻ സ്വന്തമായിട്ട് ഓരോന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കാരും ഒന്നും പറഞ്ഞൊന്നും തന്നിട്ടില്ല. പക്ഷേ എൻ്റെ ബിസിനസ് കണ്ടിട്ട് ചോദിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന ഒരു സഹായം, അതെങ്ങനെ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. വരുമാനം ആഗ്രഹിക്കാത്ത ആരും ഇല്ലല്ലോ അല്ലേ. എല്ലാവർക്കും പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ കാരണം ചെറിയൊരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അൽഹംദുലില്ലാ, അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കത്തില്ല. എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തീർന്ന് ഇത് ഷോപ്പിലേക്ക് കൊണ്ടുവയ്ക്കണം. അത് കഴിഞ്ഞാൽ നേരെ മക്കളെ വിളിക്കാൻ പോകണം കേട്ടോ. നമ്മളുടെ ഈ ബോർഡ് ഐറ്റം എല്ലാ ബോർഡും ഞാൻ 65 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ കുറേ ഐറ്റംസ് നമുക്ക് ഇങ്ങനെ ബോർഡ് ചെയ്യാനായിട്ട് പറ്റും ട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് കടകളുണ്ട്. അവിടെയൊക്കെ എല്ലാ ഐറ്റംസും ഒന്നും എനിക്ക് പോവാറില്ല. അതായത് പലചരക്ക് കടയിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ് ഒന്നും ഞാൻ പാക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ചെറിയ ചെറിയ കടകൾ ലക്ഷ്യമിട്ടാണ് എൻ്റെ ഒരു കച്ചവടം ട്ടോ. എന്തൊക്കെ ഐറ്റംസാണ് ഇത്ത പാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കടലകളും അതുപോലെ ചെറി, ജീരക മിഠായി, നാരങ്ങ മിഠായി, അങ്ങനെ കുറച്ച് കാൻഡീസ് ആണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഷോപ്പുള്ളതുകൊണ്ട് അവിടേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ പാക്ക് ചെയ്യും. സോയാബീന് എണ്ണയിലിട്ട് വറുക്കുന്ന ഈ കൊണ്ടാട്ടങ്ങളുണ്ടല്ലേ, ഫ്രെയിംസ്, അങ്ങനെയുള്ള ഐറ്റംസും അങ്ങനെ ഞങ്ങളെ ഷോപ്പിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്ക് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പ്. ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുത്ത് റൂട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരാണ് ഈ ഐറ്റംസൊക്കെ കൂടുതലും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് 2-3 ഐറ്റം ഈ ഷോപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന കേട്ടോ. നിലക്കടല ഉണ്ടല്ലോ, സാധാ നിലക്കടല, അത് റോസ്റ്റ് ചെയ്തത്, പിന്നെ നമ്മുടെ പൊട്ടുകടല അറിയാമോ, ആ പൊട്ടുകടലയും, പിന്നെ അതുപോലെ മഞ്ഞ പട്ടാണി, ഈ ഐറ്റംസൊക്കെ മുളക് പൊടിയിലും അതുപോലെ കുരുമുളകിലൊക്കെ റോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണെന്ന് പറയുന്ന കേട്ടു. കഴിച്ചു നോക്കിയിട്ടില്ല. അതിനിപ്പം നമ്മൾ കഴിക്കണമെങ്കിൽ ബോർഡോടെ മേടിക്കേണ്ടി വരും. ഒരു പാക്കറ്റായിട്ട് നമുക്ക് അവർ തരത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മക്കളെ വിളിക്കാൻ പോകണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കും കേട്ടോ. എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.